നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറവി രോഗങ്ങളെക്കുറിച്ചാണ്, അതായത് ഡിമെൻഷ്യയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ ബി നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, ഈ മറവി രോഗം നമുക്കറിയാം, നമ്മൾ പഠിച്ചത് മറക്കുന്നു, എന്ത് കാര്യം ഒരാളിനെ കണ്ടാൽ മറക്കുന്നു, എന്ത് കാര്യവും നമ്മൾ മറക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതൊരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് നടന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് ചിലപ്പോൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കും. ഒരു മുഖപരിചയമുള്ള ഒരാളിനെ കാണുമ്പോൾ ആളിനെ തിരിച്ചറിയാൻ സാധിക്കാതെ ഇരിക്കും. എപ്പോഴാണ് ഇതൊരു രോഗാവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എപ്പോഴും മറക്കുന്നത് ഒരു നാച്ചുറലായിട്ട് ഒരു സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ബ്രെയിന് റീകളക്ട് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ മാത്രമല്ല. മറവി നിത്യജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കാം. നമ്മളൊരു സാധനം എവിടെയോ വെച്ചു, അതെവിടെയാണെന്ന് ഓർമ്മയില്ലാതെ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും തിരയുന്നു, സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ വല്ലപ്പോഴും ഉണ്ടാകുന്നൊരു മറവി, ഒറ്റപ്പെട്ട മറവി, അതിനെ നമ്മൾ രോഗമായിട്ട് പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം കുറച്ച് ടെൻഷൻ അടിച്ചാൽ മറവി വരാം, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മറവി വരാം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മറവി വരാം. പക്ഷേ ആവർത്തിച്ച് കാര്യങ്ങൾ മറന്നു പോകുന്നു. ഒരു കാര്യം ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ അത് മറന്നു പോകുന്നൊരവസ്ഥ, ഒരു സംഗതി എവിടെയോ കൊണ്ടുവച്ച് നിമിഷങ്ങൾക്കകം അത് എവിടെയാണ് വെച്ചതെന്ന് അറിയാതെ വരുന്ന ഒരു അവസ്ഥ, അങ്ങനെ നിരന്തരമായി ആവർത്തിച്ച് കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അത് മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന സംഗതിയുടെ ലക്ഷണമാണോ എന്ന് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്, സാധാരണഗതിയിൽ ഇപ്പോൾ വീട്ടിലൊരാൾ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമുള്ള ഒരാളുടെ വീട്ടിലേക്ക് ഹസ്ബൻഡിനെ കാണാനായിട്ട് വെളിയിൽ നിന്നൊരു വിസിറ്റർ വരുന്നു. അപ്പോൾ ഈ വിസിറ്റർ ചോദിക്കുകയാണ്, ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഭർത്താവ് പറയുന്നു, എനിക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഭാര്യ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം കഴിച്ചതിന് ശേഷം വന്ന് ജസ്റ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യത ഇത്തരം മറവി രോഗങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും. ഇവിടെ പലപ്പോഴും ഈ മറവി രോഗങ്ങൾ പലപ്പോഴും വീട്ടിലൊരു വഴക്കുണ്ടായി അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പലപ്പോഴും ഒരു ഡോക്ടറുടെ അടുത്ത് എത്തുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മറവി രോഗങ്ങളിൽ ആദ്യം നഷ്ടപ്പെടുന്നത് അടുത്ത കാലത്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത്. പലപ്പോഴും ഈ ബന്ധുക്കൾ കൊണ്ടുവന്നിട്ട് പറയും, ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമൊന്നുമില്ല ഡോക്ടറെ, കാരണം കുട്ടിക്കാലത്ത് പഠിച്ചിരുന്ന പാട്ടുകളും കവിതകളും അന്നത്തെ ബാല്യകാല ഓർമ്മകളും സകല കാര്യങ്ങളും ഓർമ്മയുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞ് വഴക്കിടുന്നു എന്നാണ് പറയുന്നത്, അല്ലാതെ മറന്നുപോയി എന്നല്ല അവിടെ അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് അടുത്ത കാലത്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. കുട്ടിക്കാലത്ത് തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പുതിയ വിവരങ്ങളെ ശേഖരിക്കാനും അത് തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും വേണ്ട സമയത്ത് എടുത്ത് ഉപയോഗിക്കാനുള്ള കഴിവുകളെല്ലാം കൃത്യമായിട്ടുണ്ടാവും. പക്ഷേ പ്രായം സംഭവിച്ച് മേധാക്ഷയം വരുമ്പോഴേക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് ഓർമ്മയുടെ ആദ്യത്തെ ഘടകമായ രജിസ്ട്രേഷൻ, പുതിയ വിവരങ്ങളെ സ്വീകരിക്കുക എന്നുള്ള ആ ഒരു സംഗതിയാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. അപ്പോൾ നേരത്തെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ച ഓർമ്മകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അത് ചോദിച്ചാൽ ഓർത്തെടുക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ നിമിഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു കാര്യം മറന്നു പോകുന്നു. ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് തികയുന്നതിന് മുമ്പേ ഭക്ഷണം കഴിച്ചു എന്ന കാര്യം ഓർമ്മയിലില്ല, കാരണം ഈ പുതിയ പ്രവൃത്തി അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പൈസ കൊണ്ട് എവിടെയോ ഒരിടത്ത് വെച്ചു, അതെവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ലാതെ മറ്റു പല സ്ഥലത്തും നോക്കി കാണാതെ വരുമ്പോൾ വീട്ടിലുള്ള ആരോ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബന്ധുക്കൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. കാരണം ഞങ്ങൾ ഇത്രയൊക്കെ നന്നായിട്ട് നോക്കിയിട്ടും പൈസ എടുത്തു, മോഷ്ടിച്ചു എന്ന് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചല്ലോ, അല്ലെങ്കിൽ ഭക്ഷണം ഞങ്ങൾ കൊടുത്തിട്ടും ഭക്ഷണം തന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചല്ലോ. അപ്പോൾ ഈ മറവി രോഗമുള്ളൊരു വ്യക്തി മനഃപൂർവ്വം ഇത് കള്ളം പറയുന്നു എന്നാണ് ബന്ധുക്കളുടെ വിശ്വാസം. പക്ഷേ ഇവർ കള്ളം പറയുന്നതല്ല, അടുത്ത സമയത്ത് ചെയ്ത പ്രവൃത്തികളാണ് ആദ്യം ഓർമ്മയിൽ നഷ്ടപ്പെടുന്നത്. കുറേ നാൾ കഴിഞ്ഞ് ഈ മറവി രോഗം കുറേ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോഴേ ഈ ബാല്യകാല ഓർമ്മകൾ നഷ്ടപ്പെടത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. നമുക്ക് പല രീതിയിലുള്ള സൈക്യാട്രിക് ഇൽനസിന് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഡിപ്രഷന് വേണ്ടിയിട്ട് കഴിക്കുന്നവരുണ്ട്, ഉറക്കക്കുറവിന് വേണ്ടിയിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾ എപ്പോഴെങ്കിലും മറവി രോഗങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്? അല്ലെങ്കിൽ ഇത്തരം സൈക്യാട്രിക് ഇൽനസ് ഉള്ള ആൾക്ക്, ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയുള്ളവർക്ക് സാധാരണ ആൾക്കാരെ കാട്ടി കൂടുതൽ മറവി രോഗം വരാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ മരുന്നുകൾ പലതും മറവി രോഗങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇതിൽ മുൻകാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചില മരുന്നുകൾ ആൻറ്റി കോളിനർജിക് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ, അത് ഈ തലച്ചോറിലെ അസറ്റൈൽ കോളിൻ എന്നൊരു രാസവസ്തുവുണ്ട്. ഈ അസറ്റൈൽ കോളിനാണ് ഒരുപക്ഷെ ഓർമ്മയെ ഏറ്റവും സഹായിക്കുന്ന ഒരു രാസവസ്തു എന്ന് പറയുന്നത്.
അപ്പോൾ ഈ അസറ്റൈൽ കോളിൻ്റെ അളവ് ഒരു നിശ്ചിത ലെവലിൽ നിന്നാലേ നല്ല രീതിയിലുള്ള ഓർമ്മകൾ ഉണ്ടാവും. അസറ്റൈൽ കോളിൻ്റെ അളവ് കുറയ്ക്കുന്ന ഏതുതരം സാഹചര്യവും ഏതുതരം പദാർത്ഥവും ഏതുതരം ഔഷധവും ഓർമ്മകളെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആൻറ്റി കോളിനർജിക് വിഭാഗത്തിൽപ്പെട്ട ഔഷധങ്ങൾ അത് മാനസിക പ്രശ്നങ്ങൾക്ക് മാത്രമല്ല ശാരീരികമായ അസുഖങ്ങൾക്കും ഈ വിറയൽ പോലെയുള്ള പാർക്കിൻസോണിസം പോലെയുള്ള രോഗങ്ങൾക്കും മറ്റ് പല രോഗങ്ങൾക്കും അത് ചികിത്സയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ആൻറ്റി കോളിനർജിക് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ തുടർച്ചയായി ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഓർമ്മക്കുറവ്, കാരണം അസറ്റൈൽ കോളിൻ്റെ അളവ് കുറഞ്ഞിട്ടൊരു ഓർമ്മക്കുറവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആധുനിക മനഃശാസ്ത്രത്തിൽ ഈ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മിക്കവാറും മരുന്നുകൾക്കൊന്നും ഇത്തരം പാർശ്വഫലങ്ങളില്ല. ഈ പുതിയ തരം മരുന്നുകൾ വിഷാദ രോഗത്തിനായാലും മറ്റ് മനോരോഗങ്ങൾക്കായാലും ഉപയോഗിക്കുന്ന പുതിയ തരം മരുന്നുകൾക്കൊന്നും ഈ ആൻറ്റി കോളിനർജിക് പ്രോപ്പർട്ടികൾ കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവയൊന്നും ഈ പുതിയ മരുന്നുകളൊന്നും തന്നെ മറവി രോഗത്തിന് കാരണമാകുന്നുമില്ല. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില മരുന്നുകളാണ് മറവി രോഗം. തീർച്ചയായിട്ടും സർ, ഈ അൽഷിമേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അൽഷിമേഴ്സ് രോഗികൾ എന്തൊക്കെ തരം പെരുമാറ്റ വൈകല്യങ്ങളായിരിക്കും കാണിക്കുക? ഈ അൽഷൈമേഴ്സ് രോഗം അല്ലെങ്കിൽ അൽഷൈമേഴ്സ് ഡിമെൻഷ്യ എന്ന് പറയുന്ന ഈ മറവി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നൊരു അവസ്ഥയാണ്. സാധാരണഗതിയിൽ 65 വയസ്സിന് ശേഷമാണ് ഇത് വരുന്നത്. അപൂർവമായിട്ട് 65 വയസ്സിന് മുമ്പിൽ ഉള്ള ആളുകൾക്കും വരാം. 65 വയസ്സിന് മുൻപ് ഈ രോഗം വന്നാൽ അതിനെ പ്രീ സിനൈൽ അൽസൈമേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓരോ 5 വർഷം കഴിയും തോറും ഈ രോഗം വരാനുള്ള സാധ്യത ഇരട്ടിയാകുകയാണ്. ഈ 65 വയസ്സ് കഴിഞ്ഞ് മൊത്തം ജനത്തിനെ എടുത്താൽ ഒരു 4% പേർക്ക് അൽഷൈമേഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള മേധാശയങ്ങളുണ്ട്. 85 വയസ്സ് കഴിഞ്ഞ മൊത്തം ജനത്തിനെ എടുത്താൽ 40% പേർക്ക് ഈ മറവി രോഗങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയും തുടക്കം ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ അടുത്ത് ചെയ്ത ചില പ്രവൃത്തികൾ മറന്നുപോവുക, ഇങ്ങനെ ആയിരിക്കും തുടക്കം. ഇതോടൊപ്പം തന്നെ ചില വസ്തുക്കളുടെ പേര് മറന്നുപോവുക. അപ്പോൾ വീട്ടിൽ ഈ രോഗബാധിതനായ വ്യക്തി എന്തോ ഒരു കാര്യം തിരഞ്ഞു നടക്കുന്നു, എന്താണ് തിരയുന്നതെന്ന് ബന്ധുക്കൾ ചോദിക്കുന്നു, ഇദ്ദേഹം മറുപടി പറയുന്നു. ഒരുപക്ഷെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്, സ്ഥിരമായി, അതെ കണ്ണാടിയോ അല്ലെങ്കിൽ പേപ്പറോ പേനയോ അങ്ങനെ എന്തോ ഒരു സംഗതി ആയിരിക്കാം. മണിക്കൂറുകൾക്ക് ശേഷം ഈ സംഗതി കയ്യിൽ എടുത്തുകൊണ്ട് വരുന്നു. പക്ഷേ ആ സംഗതിയുടെ വാക്ക്, പേന അല്ലെങ്കിൽ കണ്ണട അല്ലെങ്കിൽ പേപ്പർ എന്ന വാക്ക് മാത്രം കിട്ടുന്നില്ല. അനോമിയ എന്നൊരു അവസ്ഥയാണ്. ഇതോടൊപ്പം തന്നെ മറ്റു ചില പെരുമാറ്റ വ്യത്യാസങ്ങൾ കാണുന്നത് കൃത്യമായൊരു ക്രമത്തിൽ മാത്രമേ ഇവർക്ക് ദിനചര്യ ചെയ്യാൻ പറ്റൂ. രാവിലെ പല്ല് തേക്കുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, പത്രം വായിക്കുക, ആ ഒരു ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പൂർണ്ണമായിട്ട് താളം തെറ്റിപ്പോകും. ഇതോടൊപ്പം തന്നെ പലപ്പോഴും ഈ അൽഷൈമേഴ്സ് രോഗമുള്ള ആളുകളെ വീട്ടിൽ ബന്ധുക്കൾ ഇവരുടെ ഓർമ്മശക്തി ഒന്ന് പരീക്ഷിക്കും. ഏതെങ്കിലും അതിഥി വരുമ്പോൾ ഇതാരാണെന്ന് മനസ്സിലായോ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഈ ഓർമ്മക്കുറവിൻ്റെ ആദ്യ ഘട്ടത്തിൽ എനിക്ക് ഒരാളുടെ പേര് ഓർക്കാൻ കഴിയുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് ആ വ്യക്തിക്കുണ്ട്. അത് വളരെ ഭീതിജനകമായൊരു തിരിച്ചറിവാണ്. കാരണം എൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തന്നെ ബോധ്യം വരികയാണ്. അപ്പോൾ വീണ്ടും ബന്ധു പറയുകയാണ്, ഇതാരാന്ന് മനസ്സിലായില്ലയോ, ഇന്ന് രാവിലെ കൂടെ കണ്ട ആളല്ലേ. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വന്ന് എൻ്റെ ആ നിസ്സഹായ അവസ്ഥയുടെ ഒരു പ്രകടനം ഒരു പൊട്ടിത്തെറിയുടെ രൂപത്തിൽ വരും. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടെന്നിരിക്കാം. അപ്പോൾ ഇതിനെ കറ്റാസ്ട്രോഫിക് റിയാക്ഷൻ എന്ന് പറയും. ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിനൊരു മടി വന്നു തുടങ്ങും. പുറത്തേക്ക് ഡ്രൈവൊക്കെ ചെയ്തു പോയിരുന്നൊരു വ്യക്തി അദ്ദേഹം ഒറ്റയ്ക്ക് പോകാൻ മടിക്കുന്നു, വഴിതെറ്റി പോകുമെന്നാണ് പേടി. പിന്നെ കൂട്ടിനാരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. കുറച്ച് നാൾ കഴിഞ്ഞാൽ കൂട്ടിനാളുണ്ടെങ്കിൽ പോലും പുറത്തേക്ക് പോകാൻ മടിക്കും, വീട്ടിനുള്ളിൽ തന്നെ ഇരിപ്പാവും. ക്രമേണ സ്വന്തം മുറിക്കുള്ളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി ശയ്യാവലംബിയാകുന്നു, അല്ലെങ്കിൽ വീൽ ചെയറിലോ വല്ലതും ഇരിക്കുന്നൊരവസ്ഥയിലെത്തി. അങ്ങനെ ക്രമേണ ഇവരുടെ പ്രവർത്തന മണ്ഡലം ചുരുങ്ങി വരുന്നൊരവസ്ഥയാണ്. ഇനി വളരെ ഈ ഡിമെൻഷ്യയും അൽസൈമേഴ്സ് രോഗം വളരെയധികം മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ചില സംശയങ്ങളും ഭയങ്ങളും ഒക്കെ തോന്നി തുടങ്ങും. വീട്ടിൽ കള്ളന്മാർ കയറിയിട്ടുണ്ട്, ആരൊക്കെയോ തൻ്റെ മുതൽ മോഷ്ടിക്കുന്നുണ്ട്, ആരൊക്കെയോ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള ചില മിഥ്യാവിശ്വാസങ്ങൾ, ചില സംശയങ്ങൾ അവർ പ്രകടിപ്പിക്കും. അപ്പോൾ ബാത്റൂമിലും കട്ടിലിൻ്റെ കീഴിലുമൊക്കെ അവർ കയറി ചെക്ക് ചെയ്തെന്നിരിക്കും, അവിടെ കള്ളനിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇതേപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ചെവിയിൽ ചില അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇവർ വിചാരിക്കുന്ന ആ ശബ്ദം യഥാർത്ഥ ശബ്ദമാണെന്നാണ്. അവർ ആ ശബ്ദത്തിന് തിരിച്ച് മറുപടി പറയും. ആരോ ചീത്ത വിളിക്കുന്ന പോലത്തെ ഒരു അശരീരി കേട്ടാൽ തിരിച്ചവർ ചീത്ത വിളിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഈ മറവി രോഗമുള്ള വ്യക്തി ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ആംഗ്യം കാണിക്കും. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊരു ചെല്ലുണ്ടായിരുന്നു, 60 കഴിഞ്ഞാൽ പിറുപിറുക്കും. പണ്ട് കാലത്ത് ഈ മറവി രോഗമൊന്നും തിരിച്ചറിയപ്പെടുന്ന ഒരവസ്ഥയല്ലായിരുന്നു. 60 കഴിഞ്ഞ ആളുകൾ പലർക്കും മറവി വരും, അതിനെ അങ്ങ് അവഗണിക്കുകയാണ് പതിവ്. അങ്ങനെയുള്ള പലർക്കും ഈ മിഥ്യാ അനുഭവങ്ങൾ, ഈ ചെവിയിൽ അശരീരി മുഴങ്ങുന്ന പോലെയുള്ള ഓഡിറ്ററി ഹാലൂസിനേഷൻസ് വരുമ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് അവരോരോന്ന് പറയുന്നതാണ് ഈ ഒറ്റയ്ക്കിരുന്നുള്ള പിറുപിറുക്കലായിട്ട് കാണുന്നത്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക വകഭേദം മേധാക്ഷയങ്ങൾ, അൽഷൈമേഴ്സിൽ അത്ര കൂടുതലായിട്ട് കാണത്തില്ല, പക്ഷേ മറ്റ് ചില വകഭേദങ്ങളുണ്ട് മേധാക്ഷയത്തിന്. ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്നൊക്കെ പറഞ്ഞ് ഈ തലച്ചോറിൻ്റെ മുൻഭാഗവും പാർശ്വഭാഗങ്ങളും അവിടെ ജീർണത
ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ആത്മനിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണം, വളരെ മാന്യനായിരുന്നൊരു വ്യക്തി, ഈ 10-70 വയസ്സ് പ്രായം വരെയും വളരെ മാന്യമായി മാത്രം പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി ഈ മേധാക്ഷയം ബാധിച്ച ശേഷം പലപ്പോഴും പാട്ട് പാടുക, അശ്ലീല സ്വഭാവമുള്ള സംഭാഷണങ്ങൾ നടത്തുക, സ്ത്രീകളെ കാണുമ്പോൾ അശ്ലീല ചേഷ്ടകൾ കാണിക്കുക, ഇത്തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ കാണിച്ചു തുടങ്ങും. അത് ബന്ധുക്കൾക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ഒരു ഹോട്ടലിലോ ഒരു പൊതുസ്ഥലത്തോ വല്ലോ ഇവരെ കൊണ്ട് ഇരുത്തിയാൽ ഇവർ സ്ത്രീകളെ കാണിക്കുമ്പോൾ പാട്ട് പാടാൻ തുടങ്ങും, അശ്ലീല ചേഷ്ടകൾ കാണിക്കും. വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും കൂടെയുള്ള ആളുകൾക്ക്. ചില അവസ്ഥകളിലെങ്കിലും ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഇവർക്ക് വരാം. പൊട്ടിത്തെറിക്കും, സാധനങ്ങൾ എറിഞ്ഞ് നശിപ്പിച്ചെന്നിരിക്കാം, ആരോ കൊല്ലാൻ വരുന്നു എന്ന് തോന്നി മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരവസ്ഥ വരാം. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ വരാം. അപൂർവം ചില ആളുകളിലെങ്കിലും വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഈ മറവി രോഗത്തിൻ്റെ ഭാഗമായിട്ട് വരാം. വിഷാദ രോഗം എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ജോലിയും ചെയ്യുന്നില്ല, ഒരു കാര്യത്തിലും സന്തോഷമില്ല, കരയുന്നു, ഉറക്കം കുറയുന്നു, മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ ഈ അൽഷൈമേഴ്സ് പോലെയുള്ള മറവി രോഗമുള്ള ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും സാർ, ഒരു കോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഡോക്ടർ, ഞാൻ ശംഭു നമ്പൂതിരി കോട്ടക്കകത്തുനിന്ന് വിളിക്കുക. ഡോക്ടർ നമ്മുടെ പോലുള്ള സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. ഡോക്ടർ, എനിക്ക് ഈ കുറച്ച് 30 കൊല്ലമായിട്ട് ഡയബറ്റിക്സും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള ആളാണ്. മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് ഇപ്പം ഞാൻ കുറച്ചു കാലമായിട്ട് ട്രൈക്ക കഴിക്കുന്നുണ്ട്, ഉറക്കക്കുറവായതുകൊണ്ട്. ട്രൈക്ക 0.5 മില്ലിഗ്രാംസ് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് അലർജി ഉണ്ട്, ഡസ്റ്റ് അലർജിയൊക്കെ. അപ്പൊ അതിന് ഈ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇറിറ്റേഷൻ ഉണ്ട്, ഇച്ചിങ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ അട്രാക്ഷൻ എന്ന് പറഞ്ഞ് രാവിലെ രാത്രി ഉറങ്ങാൻ കഴിക്കുന്നുണ്ട്. അപ്പം ചില ഡോക്ടർമാർ അയ്യോ ട്രൈക്കയും അട്രാക്സും കൂടെ കഴിക്കാൻ പാടില്ല, ഇതൊക്കെ മറവി രോഗം ഉണ്ടാക്കും, അൽഷിമേഴ്സ് ആവും ഭാവിയിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. എനിക്കത് കൂടാതെ വല്ലപ്പോഴും മറവിയുണ്ട് കുറേ. ഇപ്പൊ ഈ ഡോക്ടർ സംസാരിക്കുന്ന അതേ തരത്തില് ഇപ്പം വണ്ടിയുടെ കീ എവിടെങ്കിലും വെച്ച് മറന്നു, അല്ലെങ്കിൽ കടയിൽ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മറന്നേച്ചിങ്ങി പോരും, അല്ലെങ്കിൽ ബാക്കി വാങ്ങിക്കാൻ മറന്നിട്ട് പോരും, എന്നിട്ട് പലപ്പോഴും തിരിച്ചോടി പോകേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ ഇങ്ങനൊക്കെ മറവി കുറേശ്ശെ ഉണ്ട്. പിന്നെ വേറെ അസുഖങ്ങൾ ഒരുപാടുണ്ട്. ഈ പ്രോസ്റ്റേറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഈയുടെ പൈൽസിനും പിന്നെ ഹെർണിയയ്ക്കൊക്കെ സർജറി ചെയ്തിരുന്നു. 65 വയസ്സാകുന്നു കേട്ടോ, 64 കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള ഓർമ്മക്കുറവ്, ഈ അൽഷീമേഴ്സ്, ഡിമെൻഷ്യ എന്നൊക്കെ പറഞ്ഞ അല്ല അതുപോ വരും. ഈ ഡോക്ടറോട് ചോദിക്കാൻ ചർച്ചകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്റെ മകന് അവിടെ അമൃതയിൽ ഡോക്ടറാ, പുള്ളി ന്യൂറോയിൽ ഡോക്ടറാണ്. അവരെ അച്ഛന് വേണ്ടാത്തൊക്കെ ശ്രദ്ധിച്ച അച്ഛന് സംശയങ്ങളാണ് ഒത്തിരി എന്നും പറയും അവനെ. പക്ഷെ ഈ മറവി കുറേശ്ശെ ഉണ്ട് ഡോക്ടർ, അതുകൊണ്ടാണ് കാര്യം. അല്ല, ഇവിടെ നമ്മൾ ഇപ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം അങ്ങനത്തെ കുറച്ച് രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പ്രമേഹം അടക്കമുള്ള രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ പലതും ഈ രക്തക്കുഴലിൽ ചെറിയ തോതിൽ അടവുകൾ സൃഷ്ടിക്കാൻ പ്രാപ്തമായ അസുഖങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ വാസ്കുലാർ ഡിമെൻഷ്യ, അതായത് തലച്ചോറിലേക്കുള്ള ചെറിയ രക്തക്കുഴലുകൾ അടയുന്നത് മൂലം ഉണ്ടാവുന്ന ചെറിയ മറവികൾ, അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ അതാകണമെന്നില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സാധ്യത പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി, പലപ്പോഴും ഈ 60 വയസ്സ് കഴിയുന്ന ആളുകളിൽ പലർക്കും ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്നൊരവസ്ഥ. അപ്പോൾ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞാലും ചില മറവികൾ വരാം. അപ്പോൾ അത് നമ്മൾ മേധാക്ഷയം പോലെ പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല. തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ ആ തൈറോയിഡ് ഹോർമോണിൻ്റെ മരുന്നുകൾ കഴിച്ചാൽ ആ ഓർമ്മക്കുറവ് അങ്ങ് മാറിക്കിട്ടും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു വശം താങ്കൾ സൂചിപ്പിച്ച 1-2 മരുന്നുകളുടെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഈ ട്രൈക്ക എന്ന് പറയുന്ന അൽപ്രാസോളാം എന്ന് പറഞ്ഞ ബെൻസോഡയസെപ്പിൻ വിഭാഗത്തിൽപ്പെട്ടൊരു മരുന്നാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ സാധാരണ ഉത്കണ്ഠ കുറയ്ക്കാനും ഉറക്കം കിട്ടാനും വേണ്ടിയിട്ടൊക്കെ ഹ്രസ്വകാലത്തേക്ക് ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നുകളാണ്. ഇത് ദീർഘകാലം അങ്ങനെ കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട പാർശ്വഫലങ്ങൾ കുറഞ്ഞ പുതിയ തരം പല മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ ട്രൈക്ക പോലെയുള്ള പഴയ കാറ്റഗറിയിൽപ്പെട്ട മരുന്നുകൾ അങ്ങനെ ദീർഘകാലം കഴിക്കേണ്ടതില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറിനോട് ഈ ഓർമ്മക്കുറവും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് പറയണം. അപ്പോൾ ഈ ട്രൈക്ക പോലത്തെ മരുന്നുകൾ മാറ്റി പുതിയ മരുന്നുകൾ എന്തെങ്കിലും ആക്കുക, അതുവഴി ചിലപ്പോൾ കുറച്ച് പ്രയോജനം കിട്ടിയേക്കാം. ഈ ഹൈപ്പോ തൈറോയിഡിസം പോലെയുള്ള സംഗതികൾ ഉണ്ട് എന്ന് ടെസ്റ്റിങ്ങിലൂടെ അറിഞ്ഞാൽ അത് പരിഹരിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്താൽ മറവി മെച്ചപ്പെട്ടെന്നിരിക്കാം. പിന്നെ അതേപോലെ ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും കർശനമായ നിയന്ത്രണത്തിൽ വെക്കേണ്ടതും ആവശ്യമാണ്. കാരണം അങ്ങനെ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ മറ്റു പല അവയവങ്ങളെയും ബാധിക്കുന്നത് പോലെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടഞ്ഞ് അതും ഒരു മറവിക്കൊരു കാരണമായി വരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മറവി എന്നുള്ളൊരു സംഗതിയെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിനെ നന്ദി. സാർ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ ചികിത്സിക്കുന്നവർക്കാണ്. അതായത് അവരുടെ കൂടെ ഇരുന്ന് അവരെ പരിചരിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഡോക്ടർമാർക്കും. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എപ്രകാരമാണ്? അവരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
മറവി രോഗത്തിനെ പരിപൂർണമായി ഭേദപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. ഇനി ഈ തൈറോയിഡ് ഹോർമോൺ കുറയുന്ന പോലെ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുള്ള മറവി രോഗമാണെങ്കിൽ അത് ഭേദപ്പെടുത്തിയെടുക്കാം പൂർണ്ണമായിട്ട്. പക്ഷേ അൽഷൈമേഴ്സ് പോലെയുള്ള മേധാക്ഷയ രോഗങ്ങളെ പരിപൂർണമായി ഭേദപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഒരു 10-15 വർഷക്കാലത്തേക്കെങ്കിലും ഈ രോഗം വഷളാകാതെ നമുക്ക് സൂക്ഷിക്കാം. മാത്രമല്ല ഇതിൻ്റെ ചില ലക്ഷണങ്ങളെങ്കിലും നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം. ഉറക്കക്കുറവും പെരുമാറ്റ വ്യത്യാസങ്ങളും എല്ലാം മരുന്നുകൾ ഉപയോഗിച്ച് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. മറവി അധികം വഷളാകാതെ കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ട് വരാനും മരുന്നുകൾ സഹായിക്കും. പക്ഷേ ഒരുപാട് പഴകിക്കഴിഞ്ഞാൽ, ഈ മറവി രോഗങ്ങൾ ഒരുപാട് പഴകിക്കഴിഞ്ഞാൽ പിന്നെ ചികിത്സ സങ്കീർണമാവും. അപ്പോൾ മരുന്നുകൾ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ, തലച്ചോറിലെ അസറ്റൈൽ കോളിൻ എന്ന രാസപദാർത്ഥത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ് മിക്കവാറും ഈ മേധാക്ഷയ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മെമെൻറ്റിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില മരുന്നുകളുണ്ട്, ശരീരത്തിലെ ഗ്ലൂട്ടമേറ്റിൻ്റെ, തലച്ചോറിലെ ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നത്. അതും പ്രയോജനപ്രദമാണ്. പക്ഷേ ഈ ചികിത്സയോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് ഈ പരിചരണം, ബന്ധുക്കളുടെ ചില സമീപനങ്ങൾ. എപ്പോഴും നമ്മൾ 2-3 പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ട. ഒന്നാമത്തേത്, ഒരു മറവി രോഗമുള്ളൊരു വ്യക്തിക്ക് ഒരു ക്രമമായി ദിനചര്യ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അദ്ദേഹം ഉണർന്നു വരുമ്പോൾ തന്നെ മേശപ്പുറത്ത് ബ്രഷും പേസ്റ്റും വെക്കുക. അത് കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി അടുത്ത് ചെയ്തോളൂ. ബാത്റൂമിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ മേശപ്പുറത്ത് ഒരു പത്രം വെക്കുക. അത് അദ്ദേഹം എടുത്ത് വായിച്ചു തുടങ്ങും. പത്രം വായിച്ചു കഴിയുമ്പോൾ മേശപ്പുറത്ത് ഭക്ഷണം വെക്കുക. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാം, അത് ചെയ്തോളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മേശപ്പുറത്ത് ബ്രഷോ പേസ്റ്റോ വെക്കാൻ മറന്നുപോയാൽ ചിലപ്പോൾ കൊച്ചുകുട്ടികൾ ശാഠ്യം പിടിക്കുന്ന പോലെ മറ്റൊന്നും ചെയ്യാതെ അദ്ദേഹം പിടിവാശി കാണിച്ചെങ്കിൽ ഇരിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഒരിക്കലും ഈ മറവി രോഗിയുടെ ഓർമ്മ പരീക്ഷിക്കാൻ വീട്ടുകാർ ശ്രമിക്കരുത്. അത് ഡോക്ടറിന് വിടുക. ഏതെങ്കിലും ഒരു അതിഥി വന്നാൽ ഇതാരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇത് ഇന്ന സ്ഥലത്തുനിന്ന് വരുന്ന, ഇന്ന വീട്ടിൽ നിന്ന് വരുന്ന ഇന്നാരാണെന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക. അപ്പോൾ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ ഒരു സംഭാഷണം ആരംഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. ഇനി ഇതോടൊപ്പം മറ്റൊരു സംഗതി, കഴിയുന്നതും ശാരീരിക വ്യായാമങ്ങൾ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കണം. നടക്കാൻ പോകാനൊക്കെ ഇവരെ പ്രോത്സാഹിപ്പിക്കണം. TV കാണാനും പത്രം വായിക്കാനും ഒക്കെ ഇവരെ പ്രേരിപ്പിക്കണം. ഇവരിയ്ക്കുന്ന മുറിയിൽ തന്നെ ഒരു കലണ്ടർ, ക്ലോക്ക് തുടങ്ങിയ സംഗതികൾ വേണം. തീയതി മാറുന്നതും സമയം മാറുന്നതും കണ്ട് മനസ്സിലാക്കാൻ പറ്റണം. നല്ല വെളിച്ചം, പ്രകാശം കയറുന്ന മുറിയായിരിക്കണം. രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം ഇവർക്ക് അറിയാൻ പറ്റണം. ഇതോടൊപ്പം തന്നെ ഇവർ ഈ ഭയം പ്രകടിപ്പിക്കുന്ന സമയത്ത്, പേടി പറയുന്ന സമയത്ത് പലപ്പോഴും വളരെ എളുപ്പമാണ് അവരുടെ ശ്രദ്ധ മാറ്റാനായിട്ട്. അവരുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഞാൻ കൂടെയുണ്ട്, ഒന്നും പേടിക്കണ്ട എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ പേടിക്കൊരു കുറവ് വന്നേക്കും. ചിലപ്പോൾ ഇവർ സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത പിടിവാശികൾ കാണിക്കും. നാളെ രാവിലെ ഡൽഹിക്ക് പോകണം, ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറയും. തൽക്കാലം ശരി നോക്കാം എന്ന് പറഞ്ഞങ്ങ് സമ്മതിക്കുക, തർക്കിക്കാൻ നിൽക്കരുത്. പിറ്റേ ദിവസമാകുമ്പോൾ ഇവർ മറന്നുപോകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ട്രൈ ചെയ്തു, ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരതങ്ങ് ക്ഷമിച്ചേക്കും. ഒരിക്കലും ഇവരോട് തർക്കിക്കരുത്, ഇവരോട് ശാഠ്യം കാണിക്കരുത്, ദേഷ്യം കാണിക്കരുത്. കാരണം ഇവർ ഈ ചെയ്യുന്നതൊക്കെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്, മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ TVയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മറവി രോഗങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hellodoctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.